അപ്പുവിൻ്റെ ബർത്ത്ഡേക്ക് ശരിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. ആ കുട്ടിക്ക് പിന്നെ എന്ത് കൊടുത്താലും അതിനൊരു വികാരമില്ലാത്തൊരു ജീവിയാണ്. അപ്പോൾ ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ല, ചിഞ്ചുവിൻ്റെ വകയാണ്. അപ്പോൾ അവൾക്ക് അതിന്ന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. സക്സസ് ആവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന അഫാഫ് കഫ്റ്റേരിയയാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. ആ ചേട്ടൻ്റെ അടുത്ത് മുമ്പേ കൂട്ടി ഗിഫ്റ്റൊക്കെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി വെച്ചു. ഞങ്ങൾ പിന്നെ അവിടുത്തെ സ്ഥിര ആൾക്കാരായതുകൊണ്ട് ആളെ തിരിച്ചറിയാനുള്ള കൺഫ്യൂഷൻസ് ഒന്നും ആൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ ചേട്ടൻ വന്ന് ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അതായിരുന്നു പ്ലാൻ. പക്ഷേ ആ കടയത്തെ ചേട്ടന്മാർ അവളെ മാത്രമല്ല ഞങ്ങളെ ഞെട്ടിച്ചു. അല്ല, പിന്നെ നിങ്ങൾ അന്ന് പുറത്തുനിന്ന് കഴിച്ചില്ലേ? അന്നത്തെ ബിൽ പേ ചെയ്തില്ല. അന്ന് അങ്ങനെ പോയത് കഴിച്ചില്ലേ? ഇല്ലല്ല, നിങ്ങൾ അവിടെ നിന്ന് കഴിച്ച് എന്നിട്ട് നിങ്ങൾ അങ്ങനെ എണീറ്റ് പോയത്. ഇല്ല, ഇത് രണ്ടുപേരില്ല, ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ആ 11 റംസല്ലേ ഉള്ളൂ. അതിപ്പോ കൊടുത്തു പോയാൽ മതി അല്ലേ? ആ, ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ആ ചേട്ടന്മാരെടുത്തത്. ഒരാൾ മാത്രമല്ല, ആ കടയിൽ വന്നവരും പോണവരും ഒക്കെ അഭിനയിക്കായിരുന്നു. അവർ ഇതിനു വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കി. ഇവൾക്ക് സർപ്രൈസ് കൊടുക്കൽ വലിയൊരു ടാസ്ക് ആണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. സംഭവം എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായി.